ഞാൻ പകുതി വായിച്ചു എന്ന ഉസ്താദ് ഈ പൊതുജനങ്ങളെ മുഴുവൻ സാക്ഷികൾ പറഞ്ഞത്. ഉസ്താദ് പകുതി വായിച്ചു, ഞാൻ തെളിയിക്കാൻ പോകും. ഉസ്താദ് പകുതി വായിച്ചു. എന്താ 1971 സൽസബിയിൽ ഉമർ മൗലവി എഴുതിയത് നിങ്ങൾ മുഴുവൻ വായിച്ചില്ല, ഞാൻ വായിക്കാം. ഈ ജനങ്ങളെ സാക്ഷി കേൾക്കണേ കേട്ടോ. വായിക്കാം. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഉമർ മൗലവി ആദ്യമായിട്ട് പറയുന്ന വാക്കാണ് ഞാൻ വായിക്കുന്നത്. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഒരു വിഗ്രഹത്തിന്റെ അവിടെ വെച്ച് ഞങ്ങൾ വായിച്ച ഒരു വിഗ്രഹത്തിന്റെ നോട്ടി അതിന്റെ അപ്പുറങ്ങൾ വായിച്ചില്ല. എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. പിന്നെന്താ വേണ്ടത്? വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലുമാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ്. എന്തിനാ അന്വേഷണം നടത്താൻ ഉമർ മൗലവി പറഞ്ഞ മോളിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഉമർ മൗലവി പറയുന്നത് അങ്ങനെ സുജൂദായിട്ട് തന്നെയാണോ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ്. അതുകൂടാതെ ചിലപ്പോൾ പെട്ടെന്ന് വിധി പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലായി പോകും. അപ്പൊ അന്വേഷിച്ചിട്ട് മനസ്സിലാവണം അയാൾ സുജൂദായിട്ടില്ല കിടന്നത്, എന്നാൽ അത് ശിർക്കാണെന്ന് തന്നെ ഉമർ മൗലവി പറഞ്ഞില്ലേ. നിങ്ങൾ ഈ വാദം ഇടമുട്ടത്ത് വെച്ചിട്ട് ഇത് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതും കൂടി ഞാൻ ഈ ജനങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കാണ്. ഞാൻ ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കാണ്. നിങ്ങളെ മാതൃ സപ്ലിമെന്റ് വേണ്ടി ഞാൻ വായിക്കാൻ പോവാണ്. എന്താ എഴുതിയത്? അതുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ചത് ബാക്കി ഞാൻ വായിക്കുവാണ്. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. ആ സുജൂദ് ആദം നബി അലൈഹി സ്വലാമിനെ ആദരിക്കാൻ വേണ്ടി ചെയ്യിച്ച പൂർണ്ണമായ സുജൂദ് തന്നെയാണെന്ന് ഇമാം റാസി, ഇബ്നു കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത്. ഇത് മുജാഹിദുകളും സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൽസബിയിൽ വെള്ളം ചേർത്തുകൊണ്ട് നിങ്ങളെ മാതുലും സഭയിലേക്ക് ഞാൻ വായിക്കുവാണ്. ജനങ്ങൾ പറയട്ടെ. ഒരാൾ വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ, ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത് എന്ന അങ്ങനെ സൽസബി നിങ്ങൾ കാണിച്ചു തന്നാൽ SSFന്റെ മെമ്പർഷിപ്പ് ഞാൻ ഇപ്പം മേടിക്കും. നിങ്ങളുടെ ഇപ്പം മേടിക്കും. അതിന്റെ കാലയളവല്ല. നിങ്ങളെ നേരത്തെ പറഞ്ഞ കയ്യോടെ പിടികൂടിയ പെട്ടെന്ന് SSF കടന്നു നിൽക്കട്ടെ. അവിടെ ഇസ്തിപറ കഴിഞ്ഞിട്ടേ കടത്തുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് ആരെയും കടത്തൊന്നുമില്ല. അവിടെ നിൽക്കട്ടെ. ആ പൂതി അവിടെ നിൽക്കളി. എന്താ പറഞ്ഞത്? എന്താ പാട് പറഞ്ഞത് അറിയോ? ഞാൻ വായിക്കാം. ഇതുണ്ടോ? സൃഷ്ടിക്ക് നമ്മൾ വിഷയം എന്താ? എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ പറയും എന്താ ഈ പറഞ്ഞത്? നമ്മളൊന്ന് പറയാം. നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് വിഗ്രഹത്തിന്റെ അടുക്കൽ എവിടെങ്കിലുമല്ല വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ ഇതിനെന്തല്ലേ ചങ്ങാതി സുജൂദ് എന്ന് പറയാം. പിന്നെന്താ ഈ പറഞ്ഞത്? നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു, എന്നിട്ട് സുജൂദിന്റെ രൂപത്തിൽ ഇങ്ങനെ അതിനെന്തല്ലേ സുജൂദ് പറയാം. ഉമർ മൗലവി കഥല്ലാത്തിട്ട് നമ്മളെന്ത് ചെയ്യും? അതാ ഞങ്ങളീ പറഞ്ഞത്. അങ്ങനെ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ അവൻ കാഫിറാണെന്ന് പറയരുത് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ ഇമാമി ഞങ്ങൾ പറഞ്ഞെന്താ അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യണമെന്ന അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെക്കാൾ ഞങ്ങൾ മുൻപന്തിയിലാ. എന്നിട്ട് നിങ്ങൾ SSFന്റെ മെമ്പർഷിപ്പ് ആക്രോശിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ പറഞ്ഞതും ഇവിടെ എഴുതിയതും യാതൊരു വ്യത്യാസമില്ല. പദത്തിലെ വ്യത്യാസമുള്ളൂ. അത് നിങ്ങൾ പിടിച്ച് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ മാതിരി ആ പദത്തുമ്പ കടന്ന് പെറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പറയുന്നത്? ഒരാൾ വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ ഇതിനെന്തല്ലേ സുജൂദ് അറിയാം. സുജൂദിന്റെ ഇതിന് ബലാവിനങ്ങനെ വായി പുറത്ത് കറന്നുറക്കുക വിഗ്രഹത്തിന് മുമ്പ് പോയിട്ട് ഇതിനെന്നെ സുജൂദ് അറിയാം. ഈ സുജൂദ് ചെയ്യുന്നാൽ അവൻ കാഫിറാണെന്ന് പെട്ടെന്ന് പറയരുതേ. ഇതാ ഉമർ മൗലവി പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഇമാം ഇബ്നു ഹജർ പറയുന്നത് എന്താ അറിയോ? ഓ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യണം അറിയോ നിങ്ങൾ? ഇതാ ഞങ്ങൾ വ്യത്യാസം. എന്നിട്ട് നിങ്ങളാണോ ഞങ്ങൾ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും, അത് അനുവദനീയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങളെ കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്. പറയുകയാണെങ്കിൽ അത് ഏറ്റവും യോജിപ്പ് നിങ്ങളെ നേതാവിനാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ അപരാധം ഉണ്ടല്ലോ അതിൽ നിന്ന് ശുദ്ധാവൂല. നിങ്ങൾ മെമ്പർഷിപ്പ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞു. എന്ത്? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാമെന്ന് നിങ്ങൾ ഈ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കളവാണ്. നിങ്ങളത് സമ്മതിച്ചല്ലോ. അത് മതി. ഞങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. ഞങ്ങൾക്ക് മാറേണ്ടതില്ല. പിന്നെ പദത്തിന്റെ കാര്യത്തിൽ
അത് ഓക്കെ. ആ പദമല്ല ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഉള്ളത് പോലെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല, അത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞതും അതും തമ്മിൽ ആശയപരമായി യാതൊരു വ്യത്യാസമില്ല. ഇവിടെ പറഞ്ഞത് വിഗ്രഹത്തിന്റെ മുമ്പിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപം, അതിനല്ലേ ചങ്ങായി സുജൂദ് അറിയാൻ. അതാ ഞങ്ങളും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എഴുതിയതും ഉമർ മൗലവിയുടെ തൽസബീലുള്ളതും ഒന്ന് തന്നെയാണ്. നിങ്ങൾ അതിൽ പറഞ്ഞ് SSFന്റെ മെമ്പർഷിപ്പും പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ മുജാഹിദിന് ഏതായാലും പോരാൻ സമയമായിരിക്കുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കും.